ഗൈസ് ഇന്നൊരു വ്ളോഗ് ആണോ ചോദിച്ചാൽ വ്ളോഗ് ആണ്. ഈവനിങ് വ്ളോഗ് ആണോ ചോദിച്ചാൽ ഈവനിങ് വ്ളോഗ് ആണ്. ബിക്കോസ് നമ്മൾ രാവിലെ എടുത്തപ്പോൾ തോന്നി രാവിലെ എടുക്കാമെന്ന്. അങ്ങനെ ലേറ്റായി ഞാൻ വീട്ടിൽ പോയി ലേറ്റായി. അമ്മയ്ക്ക് ഒരു സ്ഥലത്ത് പോകണ്ടായിരുന്നു. അമ്മ പോയി. അപ്പോഴൊക്കെ ഞാൻ ഉറങ്ങായിരുന്നു. പിന്നെ ഉച്ചയ്ക്കാണ് ഉറങ്ങിയത്. പിന്നെ ഞാൻ 5:30 ആയപ്പോഴാണ് 10 മണി 6 മണി. ഞാൻ 6 മണിക്കാണ് 6 മണിക്കല്ല, ഒരു 5:30 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. ക്ഷീണമാണ് ഞാൻ ആവട്ടത്. ആരാധന കേട്ടോടി വീട്ടിൽ കണ്ടിട്ട് തിരിച്ചു പോയി. ഞാൻ മേക്കപ്പ് ഇടാറില്ല, പക്ഷെ എനിക്ക് മേക്കപ്പ് ഇടണം. കുഴപ്പമൊന്നുമല്ല. അങ്ങനെ ഗൈസ് ഇവിടെ നല്ല കാറ്റ്. വെച്ചാൽ അങ്ങനെയല്ല, ഇതടുത്തുള്ള വീടുകൾ അടികൂടുന്ന നയിപ്പിച്ച. വിയർക്കുന്നുണ്ട്, പക്ഷെ തണുപ്പുണ്ട്. ഏട്ടൻ കൊടൈക്കനാലിൽ പോയി വന്നു. എനിക്ക് എന്താ കൊണ്ടുപോകുന്നത്, പക്ഷെ എന്ത് കൊണ്ടുപോകുന്നു, എനിക്ക് മുട്ടായ കൊണ്ടുപോകുന്നുള്ള. അമ്മ അതിനുള്ള പൈസ കൊടുത്തില്ല. ഞാൻ സംഭവം കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഇതിനെന്തോ പറയാമെന്ന് എനിക്ക് മറന്നു. ഗൈസ് അത് പറഞ്ഞാൽ കുരങ്ങനെ പോലെ തന്നെ, കറക്റ്റ് കുരങ്ങൻ. തിരിച്ചങ്ങോട്ട് തന്നെ വയ്ക്കാം. ഞാൻ വന്ന് നെയിൽ പോളിഷിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കോപ്പി കാറ്റ് എന്ന് പറഞ്ഞൊരു നെയിൽ എലമെൻറ്റ് സ്റ്റുഡിയോയുടെ നെയിൽ കളർ ഹാഷ്. എനിക്ക് ഹാഷിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെ എടുക്കാം, ഈ നെയിൽ എലമെൻറ്റ് കൊടുക്കാം. ഭയങ്കര ഇഷ്ടമാണ് ഈ നെയിൽസ് ചെയ്യുന്നത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇത് വൃത്തികേടല്ലേ സത്, കിട്ടിയില്ലെങ്കിൽ കഴിക്കും. ഇത് വൃത്തികേടൊക്കെ ഉള്ള ചേറൊക്കെ മാറ്റി നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ കളർ നെയിൽ പോളിഷ് ഇടാൻ പോവുകയാണ്. അധികം കളറൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കളറാണിത്. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഗൈസ്. പേടിയാണോ ഇത്തിരി വീട്ടിൽ ഞാനിങ്ങനെ ഓരോ കോപ്പായാണ് കാണിക്കും. അതൊക്കെ എനിക്ക് ഇഷ്ടം. എന്താണ് ഗൈസ്, പക്ഷേ 1 കോട്ട് ഇട്ടിട്ടാണ്, എന്നിട്ട് 2 കോട്ട് ആ ഒരു 2 പ്രാവശ്യം കോട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കളർ കൊണ്ട് എടുത്തിട്ട് കാണിക്കില്ല. ഫുൾ ലൈറ്റ് ഷെയ്ഡായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കളറിലേക്ക് പോകും. ലൈറ്റായിട്ട് എടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടിയാ മുകളിൽ പിന്നെ പോകും.
വെള്ളം നല്ല കടി സമയം പോയി തിന്നാം. നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ടോ? എന്താണ് കേസ് ബിഗ് ബോസ് 5 അടിപൊളിയായിരുന്നു. സീസൺ 5 അടിപൊളിയായിരുന്നു. ബിഗ് ബോസ് സീസൺ 5 6 അണ്ടബുദ്ധി. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ആ ജാസ്മിനും ഗബ്രിയും ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ജാസ്മിനായിരുന്നു. പക്ഷേ അപ്പം അത് പോയി. ഞാനെങ്കിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ശ്രീധുവിനാണ് വോട്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീധുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അർജുന് നല്ല രസമാണ്. ശ്രീധുവിന് ഭയങ്കര നല്ല അടിപൊളി സ്വഭാവമാണ്. പക്ഷേ എന്തോ ഒരു ബിഗ് ബോസ് ലാലായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തോ ഒരു ബിഗ് ബോസ് ആണ് കഴിഞ്ഞത്. അടിപൊളി ബിഗ് ബോസ് എല്ലാം പോട്ടെ. എനിക്ക് ഇതിങ്ങനെ ക്യാമറ കാണിച്ചിട്ട് ഇങ്ങനെ കടിക്കാൻ മതിയില്ല. വെറുതെ ഇരിക്കുമ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം.